ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുഖശില്പി, മതങ്ങൾക്ക് മുമ്പേ മനുഷ്യന് ഉള്ളിലേക്ക് നോക്കാൻ 112 വഴികൾ കാണിച്ചു തന്ന ആദിയോഗി. അതെ, ആദിയോഗിയുടെ ശാന്തതയിലേക്കും ഇവിടുത്തെ പോസിറ്റീവ് എനർജിയിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹായ്, ഇറ്റ്സ് മീ ജാബിർ. നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ അഥവാ ആദിയോഗിയിലേക്കാണ്. നമ്മൾ ആദ്യം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം പുറത്തിറങ്ങി ഒരു 6 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ധാരാളം ബസ് ആദിയോഗിലേക്ക് ഉണ്ടാവും. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി 39 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ സീറ്റ് ഉറപ്പിച്ചു. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ ധ്യാൻലിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ആദ്യം ചെന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫോണോ മറ്റ് സാധനങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ ഉള്ള പെർമിഷൻ ഇല്ല. ഇനി അഥവാ ഈ വക സാധനങ്ങളോ മറ്റോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യാം. അതിനിവിടെ പ്രത്യേക ചാർജോ ഒന്നും മറ്റും അവർ ഈടാക്കുന്നുമില്ല. ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലുണ്ട്. അങ്ങനെ ഞാനൊരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പറയണമെന്ന് തോന്നി, നല്ല ടേസ്റ്റും രുചിയുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. ഇനി ആദിയോഗി സ്റ്റാറ്റ് വരുന്ന ഭാഗത്തേക്ക് പോവാൻ വേണ്ടി കാളകൾ ഇവിടെ ഉണ്ട്. ഇനി ഇലക്ട്രിക്കൽ വാഹനം വേണമെങ്കിൽ അതും ഇവിടെ കാണുന്നുണ്ട്. കാളകളെ നമുക്ക് ഇത് വാങ്ങിച്ച് അവരെ ഫീഡ് ചെയ്യുകയും ചെയ്യാം. അത് നല്ലൊരു തോട്ട് പ്രോസസ് ആയിട്ട് എനിക്ക് തോന്നി. കാളവണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 10 രൂപയുടെ ചെറിയ സ്ലിപ്പ് വാങ്ങണം. അങ്ങനെ ഞാൻ അതും വാങ്ങിയിട്ട് കാളവണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗിന്നസ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർത്ഥകമായ പ്രതിമയാണ്. ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഈ 112 അടി ഉയരം എന്നുള്ളത് മനുഷ്യൻ മുക്തി നേടാനായി യോഗാശാസ്ത്രത്തിൽ പറയുന്ന 112 വഴികളെ അഥവാ മാർഗങ്ങളെ സൂചിപ്പിക്കാനാണ് ഇതിന് 112 അടി ഉയരം കൃത്യമായിട്ട് ഉയരം നൽകിയത്. സ്വന്തം ജീവിതം മാറ്റിവെച്ച സന്യാസിമാരും ബ്രഹ്മചാരികളും ലോകത്തിന്റെ തന്നെ പല കോണുകളിൽ നിന്ന് യോഗ പഠിക്കാൻ എത്തിയവരുമാണ് ഇവിടെയുള്ളത്.